കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ ഉപയോഗിച്ച ആയുധത്തെക്കുറിച്ച് വ്യക്തതയില്ലാതെ പോലീസ്. സെല്ലിലെ കമ്പികൾ മുറിക്കാൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധന ഫലത്തിനായി പോലീസ് കാത്തിരിക്കുകയാണ്. അതീവ സുരക്ഷയുണ്ടെന്ന് പറയപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്കിലെ സെല്ലിൽ നിന്നാണ് ഗോവിന്ദച്ചാമി പുറത്തു ചാടിയത്. സെല്ലിലെ കമ്പികൾ എങ്ങനെ മുറിച്ചു എന്നതിൽ ഇപ്പോഴും ഉത്തരമില്ല. മുറിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടുമില്ല. 1 ഇഞ്ചോളം വലുപ്പത്തിൽ ചതുരത്തിലുള്ള 3 കമ്പികളിൽ 6 മുറിച്ചാണ് ഗോവിന്ദച്ചാമി സെല്ലിന് പുറത്തെത്തിയത്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന സമയം അരമടക്കമുള്ള ആയുധങ്ങളും കണ്ടെടുത്തിരുന്നു. എന്നാൽ ഇവ ഉപയോഗിച്ച് കമ്പികൾ അറുത്തുമാറ്റാൻ കഴിയില്ലെന്നാണ് പോലീസ് നിഗമനം. മൂർച്ചയേറിയ മറ്റേതോ ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജയിലിന് പുറത്തോ അകത്തോ ആയുധം ഉപേക്ഷിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. ജയിൽ ചാട്ടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയും ആയുധം സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നു. വലിയ തിക്കായിട്ടുള്ള കമ്പി അറുത്ത് മാറ്റി, ഒരുപക്ഷെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ആയുധം അയാളിലേക്ക് കിട്ടിയത് വളരെ തെറ്റായിപ്പോയി. അതൊരിക്കലും അതിന് അവസരം ഉണ്ടാകരുതാഞ്ഞു. ആരുടെ വീഴ്ചയാണ്, എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. ആയുധം കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. ഫോറൻസിക് പരിശോധനാ ഫലം വന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയിൽ ആയുധം തിരിച്ചറിഞ്ഞാലും അവ എവിടെ ഒളിപ്പിച്ചു എന്നതിലും എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് ആയുധം കിട്ടി എന്നതിലും കൂടുതൽ അന്വേഷണം വേണ്ടിവരും. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.